ഇന്ന് വന്നിരിക്കുന്നത് ഫോറസ്റ്റ് എന്ന് പറയുന്ന ഗെയിം ഉണ്ട്. സോ ഇതെന്ന് പറഞ്ഞ നമ്മുടെ മൈൻക്രാഫ്റ്റിന്റെ ഒരു റിയൽ ലൈഫ് വെർഷൻ എന്ന് വേണമെങ്കിൽ പറയാം. ഇതിനകത്തും ഒരു സോംബീസ് ഒക്കെ വരും. ബട്ട് ഇതിനകത്ത് നമ്മുടെ നരഭോജികളാണുള്ളത്. അതെ. സോ എന്തായാലും ഇതിനകത്ത് തന്നെ വേറൊരു ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് സ്റ്റോറി ലൈൻ ഉണ്ട്. സോ സ്റ്റോറി ലൈൻ എന്താ നോക്കുകയാണെങ്കിൽ നമ്മളിപ്പോ ഒരു പ്ലെയിനകത്താണ്. സോ ഇതിനകത്താണ് നമുക്കൊരു മോനുണ്ട്. കൈ പിടിച്ചിരിക്കാൻ നമുക്ക് കൊണ്ടുവരില്ല. പ്ലെയിൻ ക്രാഷ് ശിവനെ. ഇതാണ് നമ്മളൊരു പ്ലെയിൻ ക്രാഷ് ആയത്. നമ്മളെ കൊച്ചു നമ്മളെ മുക്കിയെ പിടിച്ചിരിക്കുകയാണ്. പിന്നെ പൊന്നോ എങ്ങോട്ടാ പ്ലെയിൻ കാലപാട കണ്ടി കാലപാട എങ്ങോട്ടാ കൊണ്ട് പ്ലെയിൻ ക്രാഷ് ആക്കിയിരിക്കുന്നത്. എവിടാ ശിവനെ. ഓ എടാ 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 ഇതാ എന്റെ കൊച്ചിനെ കൊണ്ടുവന്ന് മുട്ടത്തലയാ നായേ എന്റെ കൊച്ചിനെ കൊണ്ടുവന്നിട്ടോടാ. പന്ന പന്ന അയ്യോ ഗൈസ് നമ്മുടെ കൊച്ചിനെ കാലമാണ് തന്റെ പന അവൻ കൊണ്ട് നമ്മുടെ കൊച്ചിനെ തട്ടിക്കൊണ്ട് വിട്ടു. സോ എനിക്ക് എങ്ങനെ നമ്മുടെ കൊച്ചിനെ രക്ഷിച്ചേ പറ്റത്തുള്ളൂ. ശിവനെ പ്ലെയിൻ ക്രാഷ് അളിയ അവരാത് നീ ഉണ്ടാ ജീവനോട്? ഇതൊന്ന് പറഞ്ഞേ. നമുക്ക് ചെയ്യാനുള്ള കാര്യം എന്ന് പറഞ്ഞാലേ നമ്മുടെ മോനെ ഇപ്പൊ കൊണ്ടുപോയിരിക്കുകയാണ്. നമ്മുടെ മോനെ തിരിച്ചെടുക്കാൻ വേണ്ടി നമ്മൾ പോകേണ്ട ഒരു ജേണിയാണ് ഈ കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ നമുക്ക് ഇവിടെ സർവേ ചെയ്യണമല്ലോ. സർവേ ചെയ്യണം. അത് മാത്രമല്ല നമുക്ക് ചെയ്യാനുള്ള ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് നമുക്ക് കുറെ ഒബ്ജക്റ്റീവ് ഉണ്ട്. ഗണ്ണ് കണ്ടുപിടിക്കാൻ പറ്റും. നമുക്ക് കുറെ അൺവാണ്ടഡ് കേവ്സ്, നമുക്ക് കുറെ മാപ്സ് കണ്ടുപിടിക്കാൻ പറ്റും. കുറെ സ്റ്റഫ് കണ്ടുപിടിക്കാൻ പറ്റും. അത് മാത്രമല്ല നമുക്ക് രാത്രി ആവുമ്പം ഇതിനകത്ത് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ രാത്രിയാണ് വരുന്നത്. രാത്രി മാത്രമല്ല ചിലപ്പം രാവിലെയും വരാൻ സാധ്യതയുണ്ട്. പക്ഷേ നമ്മുടെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൊച്ചിനെ എങ്ങനെയും കണ്ടുപിടിക്കണം. പക്ഷേ കൊച്ചിനെ കണ്ടുപിടിക്കുന്നത് നമുക്ക് ഒരു ദിവസം കൊണ്ട് പറ്റത്തില്ല, 2 ദിവസം കൊണ്ട് പറ്റത്തില്ല, 3 ദിവസം കൊണ്ട് പറ്റത്തില്ല. നമുക്ക് എന്തായാലും ഒരു മാസമെങ്കിലും എടുക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് ഇതൊരു സീരിയസ് ആയിട്ട് കൊണ്ടുപോകാനാണ് നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് എന്തായാലും ഇവിടെ മരം കുറച്ചൊക്കെ വെച്ച് നമുക്ക് ഒരു സൈഡിലായിട്ട് ഒരു വീടൊക്കെ ഉണ്ടാക്കി നമുക്ക് സർവ് ചെയ്യാനുള്ള ഫുഡൊക്കെ സെറ്റ് ആക്കണം. നമുക്ക് വീട് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആദ്യം തന്നെ നമുക്ക് ഒരു വെള്ളം, ഒരു വാട്ടർ സോഴ്സ് കണ്ടുപിടിക്കണം. അതിന്റെ അടുത്തായിട്ട് വീട് വെക്കണം. കാരണം എന്ന് പറഞ്ഞാൽ അവന്മാർ വന്നു കഴിഞ്ഞാൽ നമുക്ക് വെള്ളം കണ്ടുപിടിക്കാൻ പറ്റാതെ ഇത് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. നമുക്ക് പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന്മാർ വെള്ളത്തിൽ ഇറങ്ങത്തില്ല. നമുക്ക് വെള്ളത്തിലൂടെ അടി കഴിഞ്ഞാൽ സീൻ കാണത്തില്ല. ഇവിടെ കുപ്പിയൊക്കെ എടുത്ത് മരുന്ന് എല്ലാം എനിക്ക് കിട്ടി. അപ്പൊ വാ നമുക്ക് ബിസിനസ് തുടങ്ങാം, പരിപാടി തുടങ്ങാം നമുക്ക്. അപ്പം നമ്മുടെ ജേണി സ്റ്റാർട്ട് ചെയ്താലോ? ജേണി സ്റ്റാർട്ട്. അളിയ പിന്നെ ഒരു ഡൗട്ടിങ് ഒന്നും നമ്മൾ എന്തായാലും ഇവിടെ പെട്ടു. ഈ മരം ഇത് കാടല്ലേ, ചന്ദനം വല്ലതും കാണും കടത്താനേ? ചന്ദനോ കാണും, നമുക്ക് നോക്കിയെടുക്കാൻ സീനില്ല. നീ വാ നമുക്ക് പതൊക്കെ മനസ്സിലായോ? എടാ നമുക്ക് ഇവിടെ കുറച്ച് പെട്ടികളൊക്കെ കിടക്കുന്നുണ്ടായിരിക്കും. നീ അതെല്ലാം തല്ലി പൊട്ടിച്ച് അതിനകത്തുള്ള സാധനങ്ങളൊക്കെ എടുക്കാൻ നോക്ക്. ഇതാണ് നമ്മുടെ ഫോറസ്റ്റ് കാട്ടിലകപ്പെട്ടിരിക്കുന്നത്. ഞാൻ അവരെ അവരകത്ത് പറഞ്ഞ ലക്ഷ്യം നമുക്ക് അതെങ്ങനെ പോകണം. പിന്നെ ഇതിനകത്ത് സർവേ ഭയങ്കര ഇമ്പോസിബിൾ ആണെന്നൊക്കെയാണ് ഇപ്പൊ ഇവൻ പറയുന്നത്. കാരണം എന്ന് വെച്ചാൽ നമുക്ക് എന്തൊക്കെയോ രാത്രി മാനീറ്റേഴ്സ് ഒക്കെ വരും, അതായത് നരഭൂജികളൊക്കെ വന്ന് നമ്മൾ കളിച്ച് തിന്നാനൊക്കെ വരും എന്നാണ് പറയുന്നത്. സോ അതിനായിട്ട് നമുക്ക് ഇവിടെ നിന്ന് സത്യം പറഞ്ഞ ഫുഡ് സോഴ്സും എങ്ങനെയൊക്കെ നമുക്ക് സെറ്റ് ആക്കി ഇതാക്കണം. ആൻഡ് ഗൈസ് നിങ്ങൾക്ക് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, നിങ്ങൾക്ക് മൈൻക്രാഫ്റ്റ് മാത്രമല്ല നമ്മൾ ഇതിനകത്ത് നമ്മുടെ ചാനലിൽ കൂടെ എല്ലാ ഗെയിംസും ഉണ്ടെന്ന് എനിക്ക്. സോ എന്തായാലും അതിനൊക്കെ നമ്മുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അല്ല അപ്പൊ എന്തായാലും നമുക്ക് ബാക്കി ആരോട് വേണം അവരത്. അപ്പം എടാ നമ്മുടെ ആദ്യത്തെ നമുക്ക് ഇതിനകത്ത് ചെയ്യേണ്ട ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞാൽ എന്താ പറയുക, നമുക്ക് ഒരു പോണ്ട് അല്ലെങ്കിൽ ഒരു റിവർ കണ്ടുപിടിക്കാം, ഒരു വാട്ടർ സോഴ്സ് അല്ലെങ്കിൽ ഒരു ഓഷൻ ആയാലും മതി. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ അടുത്താണ് നമുക്ക് വീട് വെക്കാനുള്ളത്. നമുക്ക് വേറെ ഒന്നും ചെയ്യുന്നതിന് മുമ്പേ നമ്മൾ അത് ആദ്യം കണ്ടുപിടിച്ചിരിക്കണം. കാട്ടുവാസികൾ തന്നെ ശിവനെ അടിച്ചു പൊട്ടിയിടാ. കമ്പൊക്കെ വെച്ച് നമുക്ക് കമ്പൊക്കെ വെച്ച് വീടുണ്ടാക്കാം. അപ്പൊ നമുക്ക് ഓഷനുള്ള ഏതൊരു ഭാഗത്ത് നമുക്ക് തന്നെ. കാരണം ഇപ്പൊ തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ വെള്ളത്തിന്റെ അളവ് കുറഞ്ഞിരിക്കുന്നു. നമുക്ക് ഫുഡും കണ്ടുപിടിക്കണം. വെള്ളത്തിന്റെ അടുത്ത് സെറ്റ് ആക്കി കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം നമുക്ക് നീന്തി കൊടുക്കാനും പറ്റും. എടാ നീ ഒറ്റ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവന്മാര് രാവിലെയും വരും കേട്ടോ ചില സമയം. രാവിലെ വരുന്നവരുണ്ടല്ലേ. എടാ നല്ല കാറ്റ് കാരണം ഈ ഇരുട്ടത്തിന്റെ ഇടയ്ക്ക് അവന്മാര് കാണും. എടാ ഇത് അവന്മാരുടെ ടെറിട്ടറി ആണ് കേട്ടോ. എടാ അവന്മാർ ടെറിട്ടറി ഇത് ഏത് രാജ്യമാണ്? കേവിലോട്ട് പോലെ നമ്മളോട് സേഫ് അല്ലേ? ഇവിടെ സെറ്റ് ചെയ്ത് നമുക്ക് ഇവിടെ തന്നെ ഓഷ്യനെ കണ്ടില്ലേ? ഫോട്ടോസ് എടാ ഇവിടെ നമുക്ക് ഫുഡിനെ ചെയ്യുന്നത് കുറച്ച് ഷാർക്കൊക്കെ അവിടെ ചത്ത് കിടക്കും. നമുക്ക് നല്ല ഇപ്പന്മാരൊക്കെ നമുക്കൊന്ന് വെട്ടി. എടാ ഹെഡ് കിട്ടി, എനിക്ക് ഹെഡ് കിട്ടി. പക്ഷെ അതുകൊണ്ട് ഒരു ഉപകാരമില്ല. നമുക്ക് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു കമ്പ്
ഒരു കമ്പ് ഉണ്ടാക്കണം. എന്നിട്ട് കമ്പ്, ആ കുത്തുന്ന കമ്പ് ഉണ്ടാക്കിയിട്ട് നമുക്ക് കിളികളെ വേട്ടയാടാൻ പോകണം. അപ്പൊ എന്തായാലും നമ്മളിപ്പോ ഞാനും അപരാധം ഇപ്പൊ തീരുമാനിച്ചിരിക്കുന്നത് എന്താന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ ആയിട്ടൊരു വീട് ഉണ്ടാക്കാൻ. കാരണം ഇവിടെ ആകുമ്പോൾ ഏകദേശം നമ്മുടെ സേഫ് ആയി തോന്നുന്നു. ഇവിടെ അതുകൊണ്ട് പിന്നെ അങ്ങോട്ടേക്ക് ലാൻഡും ഉണ്ട്. പിന്നെ അവിടെ എന്താണ് ഒരു ബോട്ട് ആണ്, നമുക്ക് അവിടെയൊക്കെ ഒരു എക്സ്പ്ലോറേഷൻ ഒക്കെ പോകണം. എടാ ഇനി നമുക്ക് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാലേ ചെറിയൊരു വീട് കിട്ടാം. കാരണം നമുക്ക് രാത്രി ഉറങ്ങണം. രാത്രി എഴുന്നേറ്റിരിക്കാൻ പറ്റത്തില്ല, നമ്മൾ തീരും. എടാ നരപൂജ ഒന്നു അവിടെ കയറി രണ്ടുപേര് നമ്മളെ കണ്ട പേടിച്ചു കൊടുക്കുന്നടാ. എടാ ചോര ചോര കൊല്ലി പിന്നല്ല. ഞാൻ ഇവനെ പൊക്കി എടുത്തോണ്ട് പോട്ട് പൊക്കി എടുത്തിട്ട് നമുക്ക് ഇവന്മാരെ വേണ്ട ആവശ്യമുണ്ട്. എവിടെ പൊക്കി എടുക്കുന്ന നമ്മളവിടെ കുറച്ച് മരം വെട്ടിയിട്ടുണ്ട്. പിന്നെ അവരേതാണ്ട് ഇവിടെ ചെറിയൊരു ക്യാബിൻ, ചെറിയൊരു വീട് നമുക്ക് ഉണ്ടാക്കുന്നുണ്ട്. നമ്മൾ ബി നെക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ ക്രാഫ്റ്റിംഗ് റെസിപ്പികൾ, അതായത് നമുക്ക് ജസ്റ്റ് ക്രാഫ്റ്റിംഗ് ടേബിൾ നമുക്ക് സാധനമാണ് ഇത്. അവരത് പിന്നെ നീ അതും ഉണ്ട്, അതൊരു ബോട്ട്. നമുക്ക് അവിടെ നിന്ന് എക്സ്പ്ലോറേഷന് പോയാലോ? അവിടെ ഉള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ച് മെഡിസിൻസ് കിട്ടും. നമുക്ക് എന്തായാലും ഇപ്പൊ അവിടെ പോകണം. നമുക്ക് എന്തായാലും ഇപ്പൊ നൈറ്റ് ആയി വരുന്നുണ്ട്. ഇപ്പം നമുക്ക് വീടുണ്ടാക്കിയിട്ട് കിടന്നുറങ്ങാം. സെറ്റ് അണിയ നമുക്ക് ഇവിടെ നിന്ന് കടന്നാലാണ് അടക്കി പേടി ചെയ്യുന്നു. നമ്മുടെ ക്യാമ്പ് ഫയർ ഉണ്ടാക്കി. ഓക്കെ സെറ്റ്. അതോ അമ്മമാര് വരുന്നു പെട്ടെന്ന് സീനൊക്കെ പിടിച്ചു. നമ്മളങ്ങനെ രാവിലെ നമ്മൾ കിടന്നുറങ്ങിയിട്ടുണ്ട്. അവിടെ രാവിലെ സെറ്റ് കേസ് അങ്ങനെ രാവിലെ ഇട്ടുണ്ട്. ആൻഡ് ഇപ്പൊ നിങ്ങൾക്ക് നോക്കിയാൽ ഇടയ്ക്ക് അവിടെ വിശക്കുകയും ചെയ്ത് വെള്ളവും കുടിക്കും. വെള്ളവും ഇല്ല. അതായത് നിന്റെ വെള്ളം എന്തിനുണ്ടോ നിന്റെ ദാഹിക്കുകയും ചെയ്യുന്നത്. എടാ നീ ഐ അടിച്ചു കഴിഞ്ഞാൽ നീ മറ്റേ പ്ലെയിനിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ കുറെ സോഡ കാണും. അത് ഓരോന്നോക്കിട്ട് കുടിച്ചോ. ഓക്കെ എടാ എനിക്ക് ഫുഡ് കഴിക്കട്ടെ. നല്ല ടേസ്റ്റ്. എടാ വെള്ളം നമുക്ക് ഈ കടലിൽ നിന്ന് വെള്ളം കുടിക്കാം. എടാ നല്ല മഴയും പെയ്യുന്നല്ലേ. എടാ ഈ കടലിൽ നിന്ന് കുടിക്കരുത് കേട്ടോ വെള്ളം. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺഫിൽറ്റേർഡ് വെള്ളമാണ്. അപ്പൊ വൃത്തിയിട്ട വെള്ളമാണെന്ന് അർത്ഥം. അപ്പൊ എന്തായാലും നീ ഇവിടെ നിൽക്കും. ഞാൻ എന്തായാലും നമ്മുടെ പുതിയൊരു വീട് പണിയാനുള്ള കുറച്ച് റീസോഴ്സും കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്ത് തരാം. നമുക്ക് കുറെ കല്ല് വേണം, കുറെ മരം വേണം, നമുക്ക് കുറെ സ്റ്റെക്സ് വേണം. നമുക്ക് ഇതെല്ലാം കൂട്ടിച്ചേർത്തൊരു പുതിയൊരു നല്ലൊരു വീട് ഉണ്ടാക്കണം. ഓക്കെ സംഗതി ഇപ്പൊ ഞാനും അവരത് ഇതൊക്കെ പട്ടി മുറിയെ തിന്നിട്ട് നമ്മൾ എല്ല് മുറിയെ പണിയെടുക്കുവാണ്. ആ സാധനമാണ് നമ്മളിപ്പോ ചെയ്തോണ്ടിരിക്കുന്നത്. എടാ ഇതിനകത്തുള്ള നരഭോജികളെ എത്ര കാലം കൊണ്ട് ഇവിടെ ജീവിക്കുന്ന അറിയാം? അറിയത്തില്ല, എനിക്ക് നിനക്കറിയാവോ? കുറെ കാലം കൊണ്ട് ഇവിടെ ജീവിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറെ ദിവസം കഴിയും തോറും ഇവരുടെ ഹൈറ്റും കാര്യങ്ങളെല്ലാം കൂടി വരും. ഗുണ്ടകളൊക്കെ വാ ഇനി വന്നേ മോനെ ഇത്ര ചാടാ. ഓക്കെ സമന്തല ഇവരെ കത്തിക്കണം. ഇവരെ കത്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താ എല്ല് കിട്ടാലോ. നമുക്ക് നേരത്തെ തന്നെ എന്തൊക്കെ ബോൺസ് കിട്ടിയായിരുന്നു. സോ അതൊക്കെ വെച്ചിട്ട് നമുക്ക് ആർമർ ഇതിനകത്ത് പറഞ്ഞതൊക്കെ നമുക്ക് ആർമറൊക്കെ നമ്മളെ തന്നെ പ്രൊട്ടക്ട് ചെയ്യുന്നത്. അത് നമുക്ക് അത് മാത്രമല്ല നമുക്ക് വെപ്പൻസ് അങ്ങനത്തെ നമുക്ക് കണ്ടിട്ട് അത് ഇതിനകത്ത് തോക്കും അതും ഇതൊക്കെ കാണും. സോ അതൊക്കെ നമുക്ക് ഇനി എക്സ്പ്ലോറേഷൻസ് പോട്ട് ഓരോ സ്ഥലത്ത് കണ്ടുപിടിച്ച് നമുക്ക് ഇവന്മാരൊക്കെ ഡെഫിറ്റ് ആണ്. ആൻഡ് ഇത് ബാക്ക് ടു നോർമൽ ഒരു ശാന്തതയുള്ള ഒരു നമ്മുടെ സ്വന്തം ജീവികളൊക്കെ താമസിക്കുന്ന ഒരു കാടാക്കി എടുക്കണം. നമുക്ക് ഈ നരഭൂജികളൊക്കെ എടുത്ത് ഇവിടെ നിന്ന് വെട്ടി മാറ്റിയിട്ട് പെട്ടെന്ന് ജോലി അവന്മാര് മിക്കവാറും ഇങ്ങോട്ട് വരും. മഴയൊക്കെ അല്ലേ അവന്മാർ ഇങ്ങോട്ട് വരും. നീ മരം മുറിക്കണ്ട നമുക്ക് പിന്നെ മുറിക്കാം. വേണ്ടേ ഇപ്പൊ നിർത്തി വെക്കാം. ഇങ്ങോട്ട് ഓടി എന്തോ എടാ നീ വിശക്കുന്നത് നിന്റെ ഫുഡുണ്ടോ. നമ്മുടെ വീട് പണി ഇപ്പൊ ഇവിടെ എവിടെ വരെ നമ്മൾ ഇത്ര ചെയ്തിട്ടുണ്ട്. കുറച്ചുകൂടെ ചെയ്യാനുണ്ട് വീട് പണി. ഇതിപ്പോ നല്ല മഴ എന്തായാലും മഴ ആയതുകൊണ്ട് നമുക്ക് സേഫ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. അതാണ് എനിക്ക് പറയാനുള്ളത്. നമുക്ക് കുറച്ച് ഫുഡ് ഇവിടെ കുക്ക് ചെയ്യണം. അപ്പൊ നമുക്ക് എന്തായാലും ഇപ്പൊ ഇവിടെ മഴയാണ്, നമുക്ക് സേഫ് അല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ജസ്റ്റ് എന്തായാലും നമ്മൾ ഇവിടെ നിൽക്കല്ലേ, ഒന്ന് എക്സ്പ്ലോർ ചെയ്യട്ടെ. ശരി നമുക്ക് ആ ഷിപ്പ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യട്ടെ. ബാപ്പുവ എടാ ഞാൻ ഷിപ്പിന്റെ അടുത്ത് എത്താത്തി നമുക്ക് കേറി എന്നിട്ട് എന്തോ നിഗൂഢതായിട്ടുള്ള സാധനം എന്തോ നോക്കിട്ടുണ്ട്.